ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, കനകം കാമിനി, ഇന്നാത്താൻ കേസുകൂടിന് ശേഷം ഡയറക്ടർ രതീഷ് സംവിധാനം ചെയ്യുന്ന സ്പിൻ ഓഫ് മൂവിയാണ് സുമേഷിൻ്റെയും സുമലതയുടെയും ഒരു ഹൃദയകാരിയായ പ്രണയത. പേര് പറയാൻ തന്നെ പാടാം. അപ്പോൾ ഇത് ഇന്നാത്താൻ കേസുകൂടിൻ്റെ ഒരു സ്പിൻ ഓഫ് മൂവി ആണെങ്കിൽ പോലും ഇതൊരു സ്പിൻ ഓഫ് മൂവി ആയതുകൊണ്ട് പുതിയ ക്യാരക്ടേഴ്സ് ബിൽഡ് ചെയ്യേണ്ടതും പുതിയ സിനാരിയോ, ബാക്ക്ഗ്രൗണ്ട് സിനാരിയോ ഒക്കെ ബിൽഡ് ചെയ്യേണ്ടതൊക്കെ കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഇതിൽ ഗസ്റ്റ് റോളായിട്ട് കുഞ്ചാക്കോ ബോബൻ, എക്സ്റ്റെൻഡ് ഒരു ക്യാമിയൽ റോളായിട്ട് കുഞ്ചാക്കോ ബോബൻ വരണ്ട് എന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഈ പടത്തിൻ്റെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 1960, 1990, 2023 എന്നൊക്കെ ആ ടൈറ്റിൽ എഴുതിയേക്കണത്. സംഭവം കുറേ പേർക്ക് ക്ലിക്ക് ആയിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ടൈം റിലേറ്റഡ് മൂവിയാണ്. 3 കാലഘട്ടങ്ങളിൽ നടക്കുന്ന സെയിം പ്രണയകഥ ഒരേ സമയം പാരലലി സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് പോയേക്കാണ്. പക്ഷേ ഈ പാരലി ഇത് കാണിക്കുന്നുണ്ട് 90-ലെയും 60-ലെയും 23-ലെയും പ്രണയകഥ കാണിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു ഫ്ലോയ്ക്ക് ഒരു തടസ്സം ഉണ്ടാകുന്നില്ല. കാരണം വാതിലിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ 90-ഉം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 60-ഉം അങ്ങനെ പെട്ടെന്ന് ഇൻ്റർകട്ടുകൾ മാറി വരുന്ന സിനിമയാണ് ശരിക്കും ഇത്. പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ പ്രാഞ്ചിയേട്ടൻ പറയുന്നതിൽ ആവണക്കണ്ണ കുടിച്ചിട്ട് വയറ്റീന്ന് പോണ മാതിരി എന്ന് പറയുന്ന മാതിരി അത്രയ്ക്കും ഫ്ലോ ആണ് ഈ സിനിമയിൽ. എൻ്റെ ക്യാമറ കിട്ടില്ല ക്യാമറയാണ്. സബിൻ ആണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ എഡിറ്റിങ് അലൻ തോമസ് ആണ് ചെയ്തേക്കുന്നത്. ഈ ക്യാമറയും എഡിറ്റിങ്ങാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം. കാരണം ഈ 3 കാലഘട്ടങ്ങളിലൂടെ പാരലൽ സ്റ്റോറി പറഞ്ഞു പോകുന്ന സിനിമ ആ പ്രേക്ഷകനെ അതേ രീതിയിൽ ഇൻ്റർകട്ടുകളോടുകൂടി കൺവീൻസ് ആവണമെന്നുണ്ടെങ്കിൽ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റുകാരെ സമ്മതിച്ചേ പറ്റുള്ളൂ. നാടകം ജീവവായും ശ്വാസവായുമായിട്ടുള്ളൊരു നാട്. അവിടെ 60 കൊല്ലം കൂടുമ്പോൾ ഒരു നാടകോത്സവം നടന്നുകൊണ്ടിരിക്കും. അത് വീണ്ടും നടക്കും. ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കും. ആക്ച്വലി ഇതൊരു ടൈം റിപ്പീറ്റേഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ഈ നാടകോത്സവം നടന്നുകൊണ്ടേയിരിക്കും. ഇതേ സെയിം ക്യാരക്ടേഴ്സ് വീണ്ടും നാടകം കളിച്ചുകൊണ്ടിരിക്കും. ഇതേ സുരേഷും സുമലതയും തന്നെ വീണ്ടും പ്രണയിച്ചുകൊണ്ടിരിക്കും. ഇതൊരു സ്പിൻ ഓഫിലെ വെറും ഒരു പ്രണയകഥയാണോ? അല്ല. ഇതൊരു ടൈം ട്രാവൽ സയൻസ് ഫിക്ഷൻ മൂവിയാണോ? അല്ല. ഇതൊരു പടം ഒരു ലൂസിഡ് ഡ്രീം അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു ഡ്രീമി ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഡ്രീമി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനോടെയുള്ള ഒരു പടമാണ്. നമുക്ക് ആ ഒരു ഡ്രീം കാണുന്ന പോലെ ഒരു കണ്ടു തീർക്കാവുന്ന ഒരു പടമാണ്. ഈ ജിനു ജോസഫ്, അതേപോലെ തന്നെ സുധീഷ്, പിന്നെ നമ്മുടെ നായകന്മാർ സുരേഷ്, സുമലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് അഭിനയം പേഴ്സണലി ഇഷ്ടപ്പെട്ടത് സുധീഷിൻ്റെ തന്നെ. പുള്ളി അതിൻ്റെ ഈ പടത്തിൻ്റെ അകത്ത് അങ്ങോട്ട് ചുമ്മാ അങ്ങോട്ട് അഴിഞ്ഞാടുകയാണ്. ഒരു ഹാലൂസിനേഷൻ മൂഡ് മൂവിയാണിത്. സാധാരണ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഈ മൂവിയിൽ നടക്കുന്നത്. ഡ്രീമി ക്യാരക്ടേഴ്സ്, ഡ്രീമി പ്ലേസ്, ഡ്രീമി ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ പലതും. ബ്ലൗസിൻ്റെ ഹുക്കിട്ടാണ് ഈ പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂല്ലോ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ പടം എൻറ്റയർലി മുന്നോട്ട് കൊണ്ടുവന്നത്. ഇന്നാത്താൻ കേസുകളിലെ കൊഴുമ്മൽ രാജീവിന് ഇതിൻ്റെ അകത്തൊരു എക്സ്റ്റെൻഡഡ് ക്യാമിയൻ റോളായിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ അത് ആ ക്യാരക്ടറാണെന്ന് തെളിയിക്കാൻ വേണ്ടി പോലീസുകാർ എന്താണെന്ന് ചോദിക്കുന്ന ഒരു സീൻ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ബാക്കി ഒക്കെ വേറെ എന്തോ ഒരു ടൈപ്പാണ്. കൊഴുമ്മൽ രാജീവനായിട്ടാണോ? അല്ല. എന്നാൽ ഗന്ധർവനായിട്ടാണോ? അല്ല. 1930, 60, 2023 എന്നിൽ നടക്കുന്ന സുരേഷിൻ്റെയും സുമലയുടെയും പ്രണയത്തിൻ്റെ ദൂതനായിട്ടാണ് ഇതിൻ്റെ അകത്ത് കുഞ്ചാക്കോ ബോബനെ അവതരിപ്പിച്ചേക്കുന്നത്. ഇതിൻ്റെ മേക്കിംഗ്, ഡയറക്ഷൻ അത് എന്തായാലും സമ്മതിച്ചു കൊടുത്തേ തീരുള്ളൂ. കാരണം 3 കാലഘട്ടം പാരലായിട്ട് ഫ്ലോ, ആ പ്യുവർ ഫ്ലോയിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ 100% ആ മേക്കിങ് ഈ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് അവർ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ഷൻ ഭയങ്കര ബ്രില്യൻ്റാണ്. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ്. കിളി പറക്കാനുള്ള ഒരു ഐറ്റം ഉണ്ട് ഇത് ഫുള്ള് പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക്. പിന്നെ എടുത്തു പറയേണ്ട സാധനമാണ് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്നാത്താൻ കേസുകളിലാണെങ്കിൽ പോലും ഈ പടത്തിലാണെങ്കിൽ പോലും നായകൻ്റെ കോസ്റ്റ്യൂംസും നായികയുടെ കോസ്റ്റ്യൂംസൊക്കെ ഭയങ്കര എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ്. കണ്ണടയാണെങ്കിൽ പോലും ലവ് ചിഹ്നത്തിൻ്റെ കൂളിംഗ് ഗ്ലാസ്സൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ പടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ലൂസിഡ് ഡ്രീം എന്നുള്ള ഒരു സെറ്റപ്പുള്ള ഒരു പടം. ലൂസിഡ് ഡ്രീം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡ്രീമാണ് മൊത്തത്തിൽ പടം. അപ്പോൾ അതിന് 100% ഔട്ട്പുട്ട് നൽകുന്ന ഒരു കോസ്റ്റ്യൂംസാണ്. പിന്നെ സൗണ്ട് ഡിസൈൻ, കഥയെ പ്രത്യേകിച്ച് അതിൻ്റെ ക്ലൈമാക്സിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് എടുത്തേക്കണം അതിൻ്റെ സൗണ്ട് ഡിസൈനാണ്. ക്ലൈമാക്സ് ഒരു എക്സ്ട്രീം വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അതിന് 100% ഡെലിവറി ചെയ്യാനായിട്ട് ഇതിൻ്റെ സൗണ്ട് ഡിസൈനിന് സാധിച്ചിട്ടുണ്ട്. സോ നെഗറ്റീവ്സ്, സ്പിൻ ഓഫ് സിനിമകളുടെ തന്നെ ഒരു ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലാസ്റ്റിക് സ്ക്രിപ്റ്റ് ആണെന്നുള്ളതാണ് ഈ സ്പിൻ ഓഫ് സിനിമകളുടെ ഏറ്റവും വലിയ ശാപം. കാരണം പത്മശ്രീ സരോജ് കുമാർ എടുത്തിട്ടാണെങ്കിൽ പോലും, ചെറുകുടിഞ്ഞ കിനാവുകൾ എടുത്താണെങ്കിൽ പോലും അതിലെ 2 ക്യാരക്ടേഴ്സിൻ്റെ പഴയ സിനിമയിൽ നിന്ന് പുതിയ ബാക്ക്ഗ്രൗണ്ട് സിനാരിയോ അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ ആഡ് ചെയ്ത്
ഇങ്ങനെ വലിച്ച് റബ്ബർ ബാൻഡ് പോലെ വലിച്ച് നീട്ടി ഒരു പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് എല്ലാ സ്പിൻ ഓഫ് സിനിമകളുടെയും കോമൺ ആയിട്ടുള്ള ഒരു ശാപം തന്നെയാണ്. അപ്പോൾ അതിൽ ഒരുപാട് റിപ്പീറ്റേഷനുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു കുറച്ച് നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പാട്ടിലൂടെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഗതികേട് ഈ സ്റ്റോറിക്ക് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പുട്ടിന് പീര പോലെ കണ്ടംപററി ഇന്ത്യൻ പൊളിറ്റിക്സ്, ജാതി, നാടകം, ഇംഗ്ലീഷ്, പിന്നെ പൊളിറ്റിക്കൽ സറ്റയർ എല്ലാം കൂടെ അങ്ങനെ ഒരു അവിയൽ ഉണ്ടാക്കി എടുത്ത് വെച്ചേക്കുന്നു എന്നുള്ളൊരു പോരായ്മ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഒരുപാട് സിനിമ റെഫറൻസ്, ഞാൻ ഗന്ധർവൻ, ഉണ്ണികളെ ഒരു കഥ പറയാം, അതൊക്കെ ഒരു സ്പിൻ ഓഫ് മൂവികളുടെ കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ്. പക്ഷേ ഇത് ഒരുപാട് ഇതിൻ്റെ അകത്ത് ഈ സിനിമയിൽ ഒരുപാട് റെഫറൻസുകളുണ്ട്. എന്തായാലും പടം കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ ഒരു കെട്ടിറങ്ങി പോവില്ല എന്നുള്ളതൊരു ഗ്യാരണ്ടിയാണ്. ഒരു ലൂസിഡ് ഡ്രീം, ഒരു ഡ്രീം പോലെ നമുക്കിത് കണ്ടു തീർക്കാവുന്ന ഒരു പടമാണ്. അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ കാണാനായിട്ട് ശ്രമിക്കുക. കണ്ടവർ നിങ്ങളുടെ കമൻറ്റുകൾ ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തുക. എൻ്റെ തന്നെ ഒരു ഷോർട്ട് ഫിലിം സീരീസ് വരുന്നുണ്ട്, ഡിക്റ്റേറ്റീവ് ആഗ്രോസ്. അപ്പോൾ എല്ലാവരും അത് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ്.